ഇന്ന് വീട്ടിലിരുന്നപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഓർത്തത് നാളെ വിഴിഞ്ഞം ഹാർബർ ഉദ്ഘാടനമല്ലേ, എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വെച്ചു. അതാവുമ്പോൾ നല്ല ഫ്രഷ് മീനും വാങ്ങാം. അങ്ങനെ വിഴിഞ്ഞത്ത് എത്തിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 11 മണിയും കഴിഞ്ഞു. ചിലപ്പോൾ അതായിരിക്കാം. ദേ ഈ കാണുന്ന മീനുകളുണ്ടല്ലോ, ഇതെല്ലാം വലിയ ബോട്ടുകൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ കൂട്ടമായി കിട്ടുന്ന മീനുകളുടെ ഇടയിൽ ഒറ്റപ്പെട്ട് വലയിൽ കിട്ടുന്ന മീനുകളാണ്. അതിനെ ഇവിടെയുള്ള പ്രായമായവരും കടലിൽ പോകാത്തവരുമായവർ ബോട്ട് വരുമ്പോൾ ഓടിച്ചെന്ന് എടുത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി മീനുകൾ ഇങ്ങനെ കിട്ടാറുണ്ട്. ഈ ചേച്ചി കൊച്ചിനെ കയ്യിൽ വെച്ചുകൊണ്ട് ആ മീൻ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടോ? ഈ ഭീമാകാരനായ കണവ അല്ലെങ്കിൽ കൂന്തലിനെ കണ്ടോ? എനിക്ക് കാണാൻ വേണ്ടിയാണ് ഈ ചേച്ചി എടുത്തു പിടിച്ചിരിക്കുന്നത്. രാവിലെ ഒരു 10 മണിക്ക് വന്നാലാണ് കുറെ മീനുകളെ കാണാൻ പറ്റുകയുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇവിടെയുള്ളവർ എല്ലാവരും. നട്ടപ്പൊരു വെയിലത്ത് ഇരുന്നാണ് ഈ ചേച്ചി ഫുഡ് കഴിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ കണ്ടോ? ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. എന്നിരുന്നാലും ചെറിയ വഞ്ചികളിൽ വരുന്ന മീനുകളെയാണ് ഏലം വിളിച്ച് വിൽക്കുന്നത്. ചെറിയ ട്യൂണ ഫിഷ് ആണ് ഈ കാണുന്നത്. പക്ഷെ എന്തിനാണ് ഈ മണ്ണ് വാരിയിടുന്നത് എന്ന് എനിക്കറിയില്ല. ഫ്രഷ് ആയിട്ട് തോന്നാനായിരിക്കാം. ദേ ആ കാണുന്നതാണ് വിഴിഞ്ഞം ഹാർബർ. ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ അത് വർക്കിംഗ് ആണ്. നല്ല ആഴമുള്ള സ്ഥലമാണ്. തിരമാല അടിക്കുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവും. അങ്ങോട്ടൊന്നും ഇറങ്ങാൻ ആരും സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ ശംഖുമുഖം പോകുന്ന വഴി വിഴിഞ്ഞത്ത് ഒന്നുകൂടെ ഇറങ്ങി. അപ്പോൾ ദേ ആളുകൾ കടല് കണ്ട് വിശ്രമിക്കുന്നതും സൊറ പറഞ്ഞിരിക്കുന്നതും പിന്നെ കുറച്ച് അപ്പൂപ്പന്മാർ ഇരുന്ന് തീപ്പെട്ടിയും ഈർക്കിളിയും കൊണ്ട് എന്തൊക്കെയോ ഒന്ന് കളിക്കുന്ന കണ്ടു. എന്താണെന്നറിയില്ല. പിന്നെ ഞങ്ങളും അവിടെ കുറച്ചു നേരം വിശ്രമിച്ചു. ദേ എന്റെ ബാക്കിൽ ആ കാണുന്ന ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, അത് കോവളത്ത് നിന്നാലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ശംഖുമുഖത്തെത്തി. അവിടെ കുറച്ചു നേരം കാഴ്ചകളെല്ലാം കണ്ടു നടന്നു. അപ്പോഴാണ് അറിഞ്ഞത് നാളെ വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശംഖുമുഖത്തുള്ള എയർപോർട്ടിന്റെ ഗേറ്റ് വഴിയാണ് വരുന്നതെന്ന്. അങ്ങനെ ഞങ്ങളും അവിടെ പോയി വെയിറ്റ് ചെയ്തു. അങ്ങനെ ആള് ഫ്ലൈറ്റ് ഇറങ്ങി കാറിൽ കയറി ദേ പോകുന്നു. കഴിഞ്ഞ് ഞങ്ങളും നേരെ വീട്ടിലേക്ക് തിരിച്ചു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ ബൈ.